ഇത് മെനിഞ്ഞാന്ന് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോയായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മളന്ന് അപ്ലോഡ് ആക്കിയില്ല. വേറൊന്നുമല്ല, വാപ്പമ്മയുടെ പനി ഇങ്ങോട്ട് കിട്ടിയോ എന്നെനിക്കൊരു സംശയം കേട്ടോ. നല്ല തൊണ്ടവേദനയും ചുമയും ആയിട്ടുണ്ട്. ഇനി മിക്കവാറും സൗണ്ട് അങ്ങ് അടയും. അതാണ് എൻ്റെ ഒരു പ്രശ്നം, പനി വന്നു കഴിഞ്ഞാൽ. അന്നത്തെ ദിവസം നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ലോങ് വീഡിയോയുടെ കൂട്ടത്തിൽ എന്തിനാണ് ഷോർട്ട് വീഡിയോ കൂടി ഇടുന്നത് എന്ന് പല ചോദ്യങ്ങളും പല സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു തരാം. ലോങ് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഷോർട്ട് വീഡിയോ കാണാനായിരിക്കും താല്പര്യം. കാരണം ടൈം അത്രയും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 1-2 മിനിറ്റ് വെച്ചിട്ട് അവർ ആ വീഡിയോ കണ്ട് നിർത്തി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സും കൂടെ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഇതേ രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് കറി കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. ക്യാരറ്റും പച്ചമുളകും സവോളയും കിഴങ്ങൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ചപ്പാത്തിക്ക് മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴയ്ക്കലും പരത്തലും ചുടലും ഒക്കെ ഇതിനിടയ്ക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയതും കേട്ടോ. 2-3 ദിവസം കൊണ്ട് മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് അടുപ്പ് വലിയ കരച്ചിലും ബഹളവും ഒന്നും നടത്തിയില്ല. പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അതേ ഞാൻ എപ്പോൾ മാവ് കുഴച്ചെടുത്താലും പാത്തൂന് അതിൽ നിന്ന് 1 ഉരുള അല്ലെങ്കിൽ 2 ഉരുള മാവ് എടുത്തുകൊണ്ട് പോകും കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇത് ഇപ്പം ചിക്കൻ്റെ ലെഗ് പീസ്, അതുപോലെ പ്ലേറ്റ്, പാന്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി എന്നെ കാണിക്കലും ഇവിടെ കാണിക്കലും ഒക്കെയാണ് പ്രധാന പണി. പാപ്പുമ്മക്ക് അന്ന് പനിയും ശ്വാസമുട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ലഞ്ചിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.